ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഓണസദ്യക്കായിട്ട് ചെറുപയർ പരിപ്പ് പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണ് ചെറുപയർ പരിപ്പ് പായസം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് റാണീസ് കിച്ചൺ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് ചെറുപയർ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പരിപ്പ് ചെറുപയർ വറുത്ത് ഉടച്ചെടുത്ത് വെച്ചതാണ്. ചെറുപയർ പരിപ്പ് റെഡിമെയ്ഡായിട്ട് വാങ്ങാനും കിട്ടും. അതിനേക്കാളും നല്ലത് നമ്മൾ ചെറുപയർ വറുത്തുടച്ചിട്ട് പായസം വയ്ക്കുന്നതാണ്. ഇനി ഈ പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിക്കാനായിട്ട് വയ്ക്കാം. പായസത്തിനായിട്ട് ചെറുപയർ വറുക്കുമ്പോൾ നന്നായിട്ട് വറുത്തെടുക്കണം. സാധാരണ പരിപ്പ് കറിക്ക് വറുക്കുന്ന പോലെ പോരാ, കുറച്ചുകൂടെ നന്നായിട്ട് വറുത്തിട്ട് വേണം പായസം വയ്ക്കാൻ. പരിപ്പ് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് മുങ്ങിക്കിടക്കാനും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ഒന്നര ഗ്ലാസ് എങ്കിലും മുങ്ങിക്കിടന്നിട്ട് പിന്നെ ഒരു 1.5 ഗ്ലാസ് എങ്കിലും വെള്ളം വേണം. എന്നാലേ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇനി കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ കേൾക്കുന്നതുവരെ വേവിക്കാം. ഈ പരിപ്പ് വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങ തിരുവിയിട്ട് പാലെടുത്ത് വയ്ക്കണം. 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞ് വയ്ക്കാം. പിന്നെ ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ 750 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്ത് വയ്ക്കാം. പയർ ഞാൻ 1/2 കിലോ പയറാണ് എടുത്തത്. 1/2 കിലോ പയർ എടുത്തിട്ട് വറുത്തെടുത്ത് വെച്ചതാണ്. 1/2 കിലോ പയർ എടുക്കുമ്പോൾ 750 ഗ്രാം ശർക്കര തന്നെ വേണം. ശർക്കര ഉരുക്കിയെടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്ത ശേഷം പായസം വയ്ക്കാനായിട്ട് തുടങ്ങാം. ഞാനൊരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കാം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, കൂടുതലൊന്നും ഇല്ലായിരുന്നു. പരിപ്പ് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പരിപ്പ് നെയ്യിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര എടുക്കുമ്പോൾ കറുത്ത ശർക്കര നോക്കി വാങ്ങണം. വെളുത്ത ശർക്കരയിൽ ഒരുപാട് മായം കലർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കറുത്ത ശർക്കര തന്നെ നോക്കി വാങ്ങണം. ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഉടച്ചെടുക്കണം. ഈ പരിപ്പ് വെന്ത് വരുമ്പോൾ നല്ല കട്ടയായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് വരട്ടിയെടുക്കണം. നല്ലപോലെ കട്ടിയായിട്ട് വരുന്നതുവരെ വരട്ടിയെടുക്കണം. നമ്മൾ കടലപ്പരിപ്പിന് വറുക്കുന്ന പോലെ അത്രയൊന്നും കട്ടിയാവണ്ട, എന്നാലും കുറച്ചൊന്ന് കട്ടിയായിട്ട് വരണം. അങ്ങനെ വരട്ടിയെടുക്കുമ്പോഴാണ് ഈ പയർ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഇളക്കി വരട്ടിയിടണം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് 2-ാം പാൽ ഒഴിക്കാം. 2-ാം പാൽ ഞാൻ 2 ലിറ്റർ 2-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ലിറ്റർ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് പായസം തിളച്ച് വറ്റി വരണം. അതുവരെ ഗ്യാസ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ഒരു 20 മിനിറ്റെങ്കിലും എടുക്കും ഇതൊന്ന് വറ്റി വരാനായിട്ട്. അതുവരെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കൈയെടുക്കാതെ ഒന്നും ഇളക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് പായസം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ പായസം വറ്റി വന്നിട്ടുണ്ട്. 20 മിനിറ്റ് ഞാനിത് വറ്റിച്ചെടുത്തതാണ്. ഇത്രയും ആയാൽ മതി. ഇനി ഇതിലേക്ക് 1-ാം പാൽ ചേർക്കാം. 1-ാം പാൽ 3 ഗ്ലാസ് 1-ാം പാലാണ് എടുത്തത്. നല്ല കുറുകിയ പാലാണ്. 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 1-ാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത്, ഒരുപാടങ്ങ് തിളച്ച് പോകരുത് പായസം. ഒന്ന് ചൂടായി വന്നാൽ മതി. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്യണം.
അതുവരെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഒന്ന് ചൂടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഒരു 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഞാനിവിടെ തേങ്ങയും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ അരിഞ്ഞതും അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു പായസമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.